ഞാൻ മൂക്കി തുടങ്ങിയിട്ടൊരു 8 വർഷം അടുത്തായിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഒരുപാട് കളേഴ്സ് നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പം നമ്മളതെല്ലാം നമ്മുടെ വീഡിയോയിൽ തുടങ്ങാൻ പറ്റാം. ചെക്കറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു പേര് ബ്ലൂ ചെക്കറാണ്. ഓക്കെ, ഇപ്പോൾ എഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫീമെയിൽ ബേർഡ് വരുന്നത് ഈ ബേർഡിന് കുറച്ച് പേടിന് ആൾക്ക് നല്ല തെറ്റ് പറയാത്ത നല്ലൊരു ബേർഡ് തന്നെയാണ്. ചെക്കറിലൊക്കെ മാർക്കിംഗ് പ്ലേസ് കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ്. ഓക്കെ ഓക്കെ. അതിൻ്റെ മെയിൽ ബേർഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു കേജ് നല്ല രസമുണ്ട് കാണാൻ, നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്രയാണ് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1.5-ക്ക് 2 ഞാൻ എല്ലാ കാര്യം ഇവിടെ ചെയ്തേക്കണത്. മുഖിക്ക് എത്ര മതിയാ കേജ് സൈസ്? എല്ലാവരും പല അഭിപ്രായം പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായം 1.5-ക്ക് 2 എല്ലാം ചെയ്തേക്കണത്. നമുക്ക് വലിയ ഒരു കുഴപ്പം വലിയ പറയാൻ പറ്റിയിട്ടില്ല, തെറ്റുന്നില്ല. അതായത് ഇപ്പൊ 2 ചിക്സ് ഇറങ്ങുകയാണെങ്കിൽ തന്നെ പേരന്റ്സിനും ചിക്സിനും ഒരേപോലെ നിൽക്കാനായിട്ട് പറ്റില്ലേ? പറ്റുന്നുണ്ട്. അടുത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ. ഇത് ഈ മുട്ടി എന്തിനാണ് വെച്ചേക്കണേ? ഇത് ഇവർക്കൊരു സ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിട്ട്. അത് കണ്ടിട്ടുണ്ട്. അതന്നെ. അത് മാത്രമല്ല, ഇപ്പൊ തണുപ്പൊക്കെ അയക്കുമ്പോൾ കയറി നിൽക്കുമ്പോൾ ഒരു ഈർപ്പം നട്ടില്ല, നെറ്റുമ്പോൾ തണുപ്പ് അടിക്കല്ലോ, നല്ല മാറ്റം കിട്ടാൻ വേണ്ടി വെക്കണം. ഇങ്ങനത്തെ മുട്ടിയുടെ പരിപാടി ചെയ്ത് കൊടുക്കണത് സെയിൽ ഉണ്ടെന്ന് കേട്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇക്കടെ നമ്പറും കാര്യങ്ങളും വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വിളിച്ചു വെച്ച് ഡീറ്റെയിൽ അറിയാവുന്നതാണ്. അപ്പൊ അടുത്ത് തന്നെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസിനെ കാണാനുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിതിൽ മാർക്കറ്റ് റേറ്റും കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ഇത് ഏതാണ്? ഇതും ചെക്കർ ടൈപ്പ് ബേഡ് തന്നെയാണല്ലോ അല്ലേ? അതന്നെ. ഇതിൽ ഈ ഫീമെയിൽ ബേഡ് വന്നേക്കുന്നത് നെക്കിലൊക്കെ യെല്ലോ ഷെയ്ഡ് കണ്ടേ? കോർണറിലൊക്കെ ഉണ്ടല്ലേ? ഇത് അതാണ് നിൽക്കണത് സിൽവർ ചെക്കർ. അതിന്റെ മെയിൽ ബേഡ് കണ്ടത് കുറുകണത്. ഓക്കെ ഓക്കെ. അതാണ് ബ്ലൂ ചെക്കർ മെയിൽ. ഓക്കെ ഓക്കെ. എല്ലാം നല്ല മാർക്കിംഗ് ആയുള്ള ബേഡുകളാണല്ലോ അല്ലേ? കംപ്ലീറ്റ്ലി മാർക്കിംഗ് ആയുള്ള ബേഡാണ്. ബ്രീഡിംഗ് സെറ്റ് ആണ്. ഇതില് ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന മണലാണല്ലേ? പാത്രത്തിൽ ഇട്ട് കൊടുത്താണ്. ഓക്കെ, നമ്മളിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ, അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങിലാണ് ഷാദക്ക് ഇവിടെ കൂട് ഒരുക്കുന്നത്. കാരണം ഒരു കാഷ്ടോ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. അത്രയും നല്ല ക്വാളിറ്റി ബേഡുകൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം എത്ര നാളായിട്ടൊക്കെ തുടങ്ങിയിട്ടത്? മുഗി തന്നെയാണോ? മുഗിയുടെ ഈ ലോഫ്റ്റ് തുടങ്ങിയിട്ട് എത്ര? ലോഫ്റ്റ് ഞാനിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഞാൻ മുഗി തന്നെ ചെയ്യണത് മെയിനായിട്ട്. ഓക്കെ, അടുത്ത കാണാം നമുക്ക്. അടുത്തത് തുറന്നു. ഇത് മുഗിയുടെ തന്നെ ചെക്കർ ടൈപ്പ് അല്ലേ? അതന്നെ. ഇതിൽ ഫീമെയിൽ ബേർഡ് വന്നേക്കണത് ടീ ചെക്കർ. അതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അതിന്റെ പാറ്റേൺ കണ്ട പോയേക്കണത്. ഓക്കെ ഓക്കെ. കണ്ടോ പാറ്റേൺ കണ്ടോ? ടീ ചെക്കർ എന്ന് പറയുമ്പോൾ പലർക്കും പല വ്യത്യാസം അറിയാൻ പറ്റില്ല. അങ്ങനെ എടുത്ത് കാണിച്ചു തന്നെ കണ്ട. നല്ലൊരു തെറ്റാത്തൊരു ബേർഡ് തന്നെ, ക്വാളിറ്റി ബേസ് കൊണ്ട്. ഇതിലേതാ മെയിൽ ഫീമെയിൽ ഏതാണ്? ഇതാണ് ഫീമെയിൽ ബേർഡ് വന്നേക്കണത്. മെയിൽ ബേർഡ് വന്നേക്കണത് ഇപ്പോൾ എഗ് ചെയ്തിട്ട് ഒരു അടിരിക്കുകയാണ് മെയിൽ ബേർഡ് വന്നേക്കണത്. ഇത് നമുക്ക് ആൾമണ്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മെയിൽ ബേർഡാണ്. കുട്ടി നമ്മൾ ഇറങ്ങിയിട്ട് വലുതായത്. മാർക്കിംഗ് നല്ല പക്ക മാർക്കിംഗ് ആണല്ലേ? ഷോക്കൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പ്രൈസ് കിട്ടാറുണ്ട്. കുഴപ്പമില്ല. അടുത്ത് തന്നെ ഉണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ അടുത്ത വന്നിരിക്കുന്നത് മെയിൽ ബേർഡ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ചെക്കർ മെയിൽ തന്നെ. ബ്ലൂ ചെക്കർ അല്ലേ? ചെക്കറുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടല്ലോ അല്ലേ? കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ചെക്കറുകൾക്ക് ഭയങ്കര ഡിമാൻഡ് വരുന്നുണ്ട്. ആൽമണ്ടിന് ഇത് ബ്ലൂ ചെക്കർ മെയിലും ഫീമെയിൽ ബേർഡ് വന്നിരിക്കുന്നത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു വെറൈറ്റി കളറാണ്. അത് ചെക്കറിൽ തന്നെ ഒരു കൈറ്റിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. കൈറ്റ് കളറിലല്ലേ? കണ്ട ഒരു കൈറ്റ് ഒരു കണ്ടോ പാറ്റേൺ പോയിക്കണത് അതിന്റെ ബോഡിയിൽ ഷെയ്ഡ് പോയിക്കണത് കണ്ടോ? ഇപ്പൊ കൈറ്റ് കളറിനും ഒരു ഡിമാൻഡ് കയറി വരുന്ന ഒരു ടൈമാണല്ലോ. അതന്നെ. എല്ലാവരും ആൽമണ്ടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബേർഡ് സെറ്റ് ചെയ്യണത്. ഓക്കെ ഓക്കെ. ഒരുപാട് ബേർഡുകൾ എഗ് ചെയ്തിരിക്കണ്ടല്ലോ അല്ലേ? ഇവര് എഗ് ചെയ്തല്ലേ ഇപ്പൊ? ഇവരിപ്പോൾ ഞാൻ പേര് സെറ്റ് ചെയ്ത് പുതിയതായിട്ട് പേര് പൊട്ടിച്ചിട്ടാണല്ലോ. ഞാനിവിടെ ഒരു 2-3 വട്ടം ബേർഡിങ് കഴിഞ്ഞാൽ എല്ലാ പേരും പൊട്ടിക്കൊന്നു. നമുക്ക് ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് കുട്ടി എങ്ങനെ കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ അടിയിലത്തെ സെക്ഷൻ ഒന്നും ഉണ്ടല്ലോ? തീർച്ചയായും. ഇത് വന്നിരിക്കുന്നത് മെയിൽ ബേർഡ് ക്ലാസിക് ആൽമണ്ട് എന്ന് പറയും. ക്ലാസിക് ആൽമണ്ട്. ഓക്കെ ഓക്കെ. ഫീമെയിൽ ഇവിടെ വന്നിരിക്കുന്നത് ബ്ലൂ ചെക്കർ ഫീമെയിൽ നല്ല ഷോർട്ട് ബേർഡ് ആണ്. ഷോർട്ട് ബേർഡ് ആണല്ലേ? ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോമ്പിനേഷൻ ആണല്ലേ ചെക്കറും ആൽമണ്ടും? അതെല്ലാവരും ആൽമണ്ടിക്കാണ് മെയിൻ ചെക്കർ യൂസ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് ചെയ്യണത് കൈറ്റ് ആണ്. കൈറ്റ് കളർ. കൈറ്റ് കിട്ടാൻ കുറച്ച് പാടാ നമ്മുടെ മുഖിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്കർ ഒക്കെ പറയും. ബ്ലൂ ചെക്കർ ചെക്കർ അങ്ങനത്തെ ഓരോ പീസുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പ്ലക്കിൻസ് കൂടുതൽ കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽമണ്ടി. ഓക്കെ.
ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങോട്ടും ഫസ്റ്റ് ബേർഡ് തന്നെയാണ് ബ്ലൂ ബാർ വന്നേക്കുന്നത്. ഫീമെയിൽ ബേർഡ്, അതിന്റെ മെയിൽ ബേർഡ് നല്ല ബേർഡ് തന്നെയാണ്. ഇതിപ്പോ ഇതിന് ഒരു ബ്രീഡായ ബേർഡുകളാണ്? അല്ലല്ല, ഇത് ചെറുതാണ്. ഇത് 7 കളിലേറ്റുള്ളൂ. ഫീമെയിൽ അല്ല, മറ്റേതാണ് ബ്രീഡിംഗ് മെയിൽ, ആ ബ്ലൂ ബാർ. ഓക്കെ ഓക്കെ. എൻ്റെ നല്ല പക്ക മാർക്ക് എങ്ങനെയാണ്? ഈ ചോക്ലേറ്റ് മെയിലുമാണ്. ചോക്ലേറ്റ് നല്ലൊരു തെറ്റ് പറയാത്തൊരു ക്വാളിറ്റിയാണ്. നമുക്ക് പറ്റിയൊരു സ്റ്റാൻഡിങ് തന്നെയാണ്. നല്ല സ്റ്റാൻഡിങ്. മറ്റുള്ള കുറച്ച് പേടിയുണ്ട്. നല്ല കളറാട്ടോ അത്. ഇവരിപ്പോ കോമ്പിനേഷൻ ഇട്ടിട്ട് ഏത് കളേഴ്സ് ആണ് ചിക്സ് ഇറങ്ങിയത്? ഫസ്റ്റ് ടൈം ആണ്. ഒരുപാട് പേരുള്ള ഫസ്റ്റ് ടൈം ആയിട്ട് നിൽക്കുന്നവരുണ്ടല്ലേ? ചിക്സ് നമ്മൾ നിർത്തിയിട്ടേ ഏജ് ആയിട്ട് നമ്മള് ഇട്ടേക്കാണ് ബീഡിങ്ങിനായിട്ടും ഇട്ടേക്കണതാണ്. പക്ക സ്റ്റാൻഡിങ് ആണല്ലോ. ഇത് കുറച്ച് ഓവർ സ്റ്റാൻഡിങ് ആണ്. ഇത്രയ്ക്ക് മുയക്ക് വേണം പാടില്ല. ഞാൻ ബ്ലൂ ബാർ ഇല്ലേ, അതാണ് നല്ലൊരു ഷോ ക്വാളിറ്റി ബേർഡ് എന്ന് പറയാൻ പറ്റും. ഇത്രയ്ക്ക് അങ്ങോട്ട് മടങ്ങാൻ പാടില്ല. ഇത് ഓവർ ബെൻഡിങ് ആണ്. സിക്സർ നമുക്കൊന്നും പറയാൻ പറ്റും ബീഡിങ് എങ്ങനെ ആയിരിക്കും. അവന്റെ ഫീമെയിൽ ക്വാളിറ്റി അടിപൊളിയാണ്. ഫീമെയിൽ അല്ല, സിൽവർ. സിൽവർ ബാർ അത് ഫീമെയിൽ. ഫീമെയിൽ ബേർഡ് പക്ക ക്വാളിറ്റി അല്ല അത്. പിന്നെ ചിക്സിനെ ചിക്സ് ആയിട്ടില്ല. ഫസ്റ്റ് ബ്രീഡിംഗ് ആണ്. ഈ കുറച്ച് ബേർഡ് ഞാൻ പുതിയ സെറ്റ് ചെയ്തേക്കണതാണ്. ഇതും വന്നിരിക്കുന്ന 2 ബാർ ടൈപ്പ് തന്നെയാണ്. ഇതില് ഫീമെയിൽ ബേർഡ് ആ സിൽവർ ബാർ തന്നെ. മെയിൽ ബേർഡ് വന്നേക്കുന്നത് റെഡ് ബാർ എന്ന് പറയും. റെഡ് ബാർ നല്ലൊരു ബേർഡ് തന്നെ, റെഡ് ബാർ മെയിൽ കേട്ടോ. ഇത് ബ്രീഡിംഗ് സെറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു സെക്ഷനിലെ പ്രാവുകൾ കണ്ടു. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് ഈ സെക്ഷനിലുള്ള പ്രാവുകളെയാണ്. അപ്പം ഇപ്പം നമുക്ക് ഓരോന്നിനെ പരിചയപ്പെട്ടാലോ? ഇത് ഏതാണ് ടൈപ്പ്? ഇത് റെഡ് പെയറാണ്. റെസിസീവ് റെഡ് എന്ന് പറയും. റെസിസീവ് റെഡ് അല്ലേ? ഓക്കെ. ചില്ലി റെഡ് എന്നൊരു വാക്കില്ല. ചില്ലി എന്ന് പറയുന്നത് ഒരു തെറ്റായ വാക്കാണ്. ചില്ലി റെഡ് എന്ന് ആളുകൾ പറയണതും ഇതിന് തന്നെയാണല്ലേ? ചില്ലി നല്ല എനിക്ക് പറയേണ്ടത്, റെസിസീവ് റെഡ് എന്നാണ് പറയേണ്ടത് ശരിക്കും. ഓക്കെ ഓക്കെ. ബ്രീഡിംഗ് സെറ്റ് ഒന്നുണ്ടല്ലേ? ഇത് ചിക്കായിരിക്കാണ്. ഇതില് ഇതാണ് മെയിൽ ബേർഡ് വന്നേക്കണത്. ഓക്കെ. നല്ല ക്വാളിറ്റി ബേസ് ബേർഡ് തന്നെയാണ്. ബേർഡാണല്ലേ? ഓക്കെ ഓക്കെ. നല്ല ഷേക്കിങ്ങും മാർക്കിങ്ങും എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. ഫീമെയിൽ ബേർഡ് അപ്പുറത്തേക്ക് ചെറിയ ഷോർട്ട് ബേർഡ് കണ്ടു. ഷോർട്ട് ബേർഡ് അല്ലേ? പാത്രത്തേക്ക് മെയിൽ ബേർഡ് ഇതാ വന്നേക്കണം. ഓക്കെ. ഇതിപ്പോ എത്ര ദിവസം എഗ് ചെയ്തിട്ട് ഒരു? ഇതിപ്പോ എഗ് വിരിഞ്ഞിട്ടുള്ളൂ. വിരിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. ഇവിടെ ചിക്സുകൾ ഏതെങ്കിലും കൊടുക്കാറുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക്? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത ഏതാണ്? സാൻഡൽ ടൈപ്പ് ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഓ, ഇതിന്റെ ഡോറിന് ഒരു ചേഞ്ച് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി വരുന്നത്? അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണല്ലോ അല്ലേ? ഇത് നല്ലൊരു ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മുടെ കയ്യിൽ അല്ലേ? നമ്മൾ ഇതുവരെ കണ്ട ബേഡുകളെല്ലാം നല്ല ബേഡുകളായിരുന്നു. അടിപൊളി മാർക്കിങ്ങും ഫീമെയിൽ ഷോർട്ട്നെസ് കണ്ട. ഓക്കെ ഓക്കെ. ഷോയ്ക്ക് പറ്റിയ ഒരു ബേഡാണല്ലേ? ഷോക്ക് ഇറക്കിയിട്ടുണ്ടേ? ഇറക്കാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. എന്റെ ക്യാപ്പ് ബേസ് കണ്ടു. ക്യാപ്പ് പോയിന്റ് വേണ്ട മുങ്ങിയിരിക്കണ്ട. ക്യാപ്പ് കണ്ട. ഓക്കെ ഓക്കെ. പോയിന്റ് ക്യാപ്പ് ആണല്ലോ അല്ലേ? ഫീമെയിൽ ബേർഡ്. മെയിലിന് അതേപോലെ ഞാൻ തോന്നുന്ന ക്യാപ്പ്. മെയിൽ ബേർഡ് നല്ല ബേർഡ് തന്നെ. കുറച്ചൊരു ലെങ്ത് ഉണ്ട് ആള്. ഉണ്ടല്ലേ? ഞാൻ മെയിലിന് ഷോക്ക് ഇടാറില്ല. ഞാൻ ഫീമെയിൽ ഞാൻ ഷോക്ക് ഇടാറുണ്ട്. എന്റെ മാർക്കിംഗ് ബേസ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാർക്കിംഗ് വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ക മാർക്കിംഗ് അല്ലേ? ചിക്കായിരിക്കാനും അടിപൊളി ബേർഡാണ്. കൊടുക്കാനുള്ള തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. സാൻഡൽ അല്ലേ? ഓക്കെ. ഏജിൻ്റെ ഇതെവിടെയാണല്ലേ? അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പ്ലാന്റുകൾ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഫീമെയിൽ ബേർഡ് ഇറങ്ങിയ ബേർഡ് തന്നെയാണ്. ഓൺ ബേർഡ് ഒക്കെ തന്നെ കേട്ടോ. ഓക്കെ. ചെറിയ ഷോർട്ട് ബേർഡ് തന്നെ. ക്വാളിറ്റി കണ്ടോ? പെർഫെക്റ്റ് അല്ലേ? ഇത് ഫീമെയിൽ അല്ലേ? ഫീമെയിൽ ബേർഡ്. ഇത് മെയിൽ ബേർഡ്. ഇതും രണ്ടും നല്ല ക്വാളിറ്റി ആണല്ലോ? വൈറ്റ് ഫെദർ ആണല്ലോ അല്ലേ? നമുക്ക് ഷോക്ക് ബേർഡുമ്പോൾ മെയിൽ കാറ്റഗറിക്ക് പറ്റിയൊരു മെയിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. ചിക്കായിരിക്കാൻ ഇപ്പൊ എല്ലാത്തിലും ബേബീസ് ഉണ്ടല്ലോ അല്ലേ? മെയിൽ ബേർഡ് വൈറ്റ് ഫെദർ ആണത്. ഇതല്ലേ? വൈറ്റ് ഫെദർ ചിക്ക് ഇറങ്ങുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. റിങ്ങഡ് ബേഡുകളാണല്ലോ കംപ്ലീറ്റ്? ഓക്കെ ഓക്കെ ഓക്കെ.
എൻ്റെ അടുത്തൊരു പേര് റെഡ് തന്നെയാണ്. അവിടെ മാസ്റ്റർ പേര് റെഡാണ്. ഓക്കെ ഓക്കെ. നല്ല ബേഡാണ്. ഫീമെയിൽ ബേഡാണ് ക്വാളിറ്റി. ഏതിൽ ഫീമെയിൽ ഏതാണ്? ഇതാണ് ഫീമെയിൽ. ഞാൻ ടൈൽ കിടന്നിരിക്കണേ നിൽക്കുന്നല്ലേ? ടൈൽ പൊടിഞ്ഞിട്ടൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല റെഡിഷ് ആണല്ലോ, ഒരു ഡാർക്ക് റെഡ്. നല്ല റെഡാണ്. ഓക്കെ ഓക്കെ. നമുക്കിതിന്റെ വാതിലിന് ചെറിയൊരു വലിപ്പ കുറവുണ്ടല്ലേ? അതായത് നമ്മൾ ക്യാമറ അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ആ ഒരു വിധത്തിലല്ലേ? ഓക്കെ ഓക്കെ. ആ പിന്നെ ഇവർക്ക് ഇതിന്റെ വലിപ്പം മതി, ഇത്ര മതി, ധാരാളം. ഓക്കെ ഓക്കെ. ആ വെയിലത്ത് നിന്ന് പറ്റുക. ഓ നല്ല പക്ക റെഡ് അല്ലേ? അടിപൊളി റെഡ് കളറാണ്. പക്ക റെഡ് നല്ല റെഡ് എന്ന് പറയുമ്പോഴേ എന്റെ ബോഡി കണ്ട ഒരു ഷെയ്ഡ് കണ്ട ഒരു മഴവില്ലിന്റെ ഒരു തിളക്കം അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ഷെയ്ഡ് കണ്ട. ഇക്ക ഞാനൊരു കേസ് ചോദിക്കട്ടെ, നമ്മൾ ഇതുവരെ പ്രാവൾ എല്ലാത്തിനും കാട്ടി, നമ്മൾ ഇതിന് ഏകദേശം ഒരു റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ചിക്സിനൊക്കെ കൊടുക്കുമ്പോൾ? റേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ ചോദിക്കണത് അതായത് റെഡ് ചെക്കർ അങ്ങനത്തെ ബേഡുകളൊക്കെ പറയാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കോവിഡ് കാരണം ബേഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഓക്കെ. ഫ്രണ്ടുകൾക്ക് ഇപ്പോൾ പറഞ്ഞ ഡിമാൻഡ് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 18 റുപ്യ വരെ റേറ്റ് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. എനിക്ക് റെഡിന് നോർമൽ റേറ്റ് 8 റുപ്യാണ്. ട്രിപ്പ് അല്ല ഇപ്പോൾ കിട്ടുന്നത് കൊണ്ട് ആവശ്യക്കാർ ആ ബേഡ് റേറ്റ് എടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇനി ഏതാണ് നമുക്ക് കാണാനുള്ളത്? ഇനി അടിയിൽ സെക്ഷൻ ഒന്ന് കണ്ടാലോ? ഇവിടുത്തെ ഇത് പേര് സാൻഡൽ തന്നെയാണ്. സാൻഡൽ. ഓക്കെ ഓക്കെ. അധികം ഉണ്ടാവുക റെഡും സെല്ലായിരിക്കും. സാൻഡലാണ് മെയിനായിട്ട് ഉണ്ടാവാറില്ല. അതുപോലെ ഇഷ്ടം ഭയങ്കര റെഡും സാൻഡലും. ഓക്കെ ഓക്കെ ഓക്കെ. സാൻഡലിന് റെഡിന് എപ്പോഴും ഡിമാൻഡ് തന്നെയാണല്ലേ? പിന്നെ ഒരു തന്നെ വൈറ്റ് ഫെദറിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് കയറിയില്ലേ? അതെന്നാ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു തള്ളക്കേറ്റ് വന്നതാണ്. മുഖികൾക്ക് എന്നും ഡിമാൻഡ് തന്നെയാണ്. പ്രത്യേകിച്ച് റെഡും സൈനും ചക്കറൊക്കെ എന്നും ഡിമാൻഡ് നിൽക്കുന്നതാണ്. ഇപ്പൊ ഏറ്റവും കളർ ഡിമാൻഡ് നിൽക്കുന്നത് മുഖിലേതിനാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാതും റയർ തന്നെയാണ്. കിട്ടാൻ കുറച്ച് പാടില്ലേതും നമുക്ക് ഡിമാൻഡ് പറയാം. ഡിമാൻഡ് തന്നെയാണ് പറയാല്ലേ? നല്ലത് കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചക്കറൊക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ നമ്മൾ ചോദിക്കുന്ന വിലക്ക് എടുക്കാനുണ്ടെന്നല്ലേ? ഓക്കെ ഓക്കെ. നല്ലൊരു ക്വാളിറ്റി റെഡാണ് കുട്ടികളുണ്ടാ. ഓക്കെ ഓക്കെ. സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ ഏജ് ആയി വരുന്നുണ്ട്. കള്ളി നോക്കണം, ഇത്ര ആയിട്ടുള്ള നോക്കിയിട്ടില്ല ഞാനൊന്നും. ഓക്കെ ഓക്കെ. എൻ്റെ ക്വാളിറ്റിയാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിൽ മെയിൽ ഫീമെയിൽ ഏതാണ്? ഇതിൽ മെയിൽ ഫീമെയിൽ വന്നേക്കുന്നത് ഈ ഒരു മരമുട്ടിമ കയറി നിൽക്കുമ്പോൾ വേറെ ഒരു ക്വാളിറ്റി അറിയാലോ? സ്റ്റാൻഡിങ് കണ്ടോ നിൽക്കണത്? അതെ അതെ അതെ. അതേതാണ് ഫീമെയിൽ അല്ലേ? അത് ഫീമെയിൽ ബേഡാ, മറ്റേതാണ് മെയിൽ ബേഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ഇതാണ് മെയിൽ ബേഡ്. ഞാൻ പിടിച്ചതിനെ കൊണ്ടാണ് ഒരു ക്വാളിറ്റി കണ്ട. ഇതാണ് ശരിക്കും ഒരു മുഗിര ഒരു സ്റ്റാൻഡിങ് ക്വാളിറ്റി നിൽക്കുന്ന കണ്ട. ഓക്കെ ഓക്കെ. ഒട്ടുമേല് അത് ഓവറല്ല, അങ്ങോട്ട് ബേഡ് മറിയുന്നു. ഷോർട്ട് ആണല്ലോ ബേഡ് തന്നെ. മുകിൽ എപ്പോഴും ഷോർട്ട് ബേഡാ വേണ്ടത്. ഓക്കെ ഓക്കെ. ലെങ്ത് ആവരുത് അല്ലേ? ഓവർ ലെങ്ത് ആവരുത്. ഓക്കെ. അടുത്തൊരു പെയർ റെഡ് തന്നെയാണ്. വൈറ്റ് ഫെദറുള്ള റെഡാണത്. ഓക്കെ. ആ ഫസ്റ്റ് നിൽക്കുന്നത് രണ്ടും വൈറ്റ് ഫെദറാ? മെയിലും ഫീമെയിലും വൈറ്റ് ഫെദർ തന്നെ. അതിനിറങ്ങിയാണ് ചിക്ക് സാൻഡലാണല്ലോ അല്ലേ? സാൻഡലല്ലേ, അത് അവരെ ചിക്കല്ല, ഞാൻ മാറ്റി വെച്ചതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ചിക്ക് അവിടെ കിടക്കുന്നുണ്ട് വേറെ. മറ്റേ ബാക്കിൽ നിൽക്കണമെന്നൊന്ന് മാറ്റാൻ പറ്റുമോ ഫ്രണ്ടിക്ക്? ഇത് വന്നേക്കുന്നത് ഫീമെയിൽ ബേഡ്. ഇതല്ലേ? ഇത് നമ്മുടെ പത്തിരിപ്പ് ഋഷിക എന്ന് പറയും. നല്ലൊരു ഫേമസ് ബ്രീഡറാണ് ആളുടെ. അതായത് മുഗിയിലൊക്കെ തുടങ്ങിയ സമയത്തുള്ള ഒരാള് ബേഡാണത്. ഓക്കെ ഓക്കെ. ഓ നല്ല റെഡിഷൻ ആണല്ലോ ഒരാള്. അത് 2.1 വൈറ്റ് ഫെദർ. എന്ന് വെച്ചാൽ വൈറ്റ് ഫെദർ വന്നേക്കണത്. വൈറ്റ് ഫെദർ ബേസ് വരില്ലേ? ഇപ്പോ 3.3. ഓ അതായത് ഫെദറിന്റെ എണ്ണം, അതായത് വൈറ്റ് എത്ര ഉണ്ടോ അത് എന്റെ എണ്ണാണല്ലോ പറയണേ. ഓക്കെ ഓക്കെ. പറയുമ്പോൾ വൈറ്റ് ഫെദർ നോക്കുമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. 10 പോയിന്റ് നോക്കുള്ളൂ. അതിലത്തെ ഒരു പോയിന്റ് ആണ് വൈറ്റ് ഫെദർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ആ മെയിൽ ബേഡ് വന്നേക്കുന്നത് നമ്മുടെ ചുമ്മാറേട്ടന്റെ ലൈൻ വന്നേക്കണം. പരിഹാരത്തുള്ള ചുമ്മാറേട്ടൻ തന്നെ ചുമ്മാറേട്ടന്റെ ലൈൻ. നല്ല സീറോ ബേഡാണത്. ബേഡാണല്ലോ. ചെയ്തിരിക്കുകയാണ്. അത് മെയിൽ ബേഡ്, മറ്റേ ഫീമെയിൽ ബേഡ്. ഇത് കല്ലിത്ത് കഴിഞ്ഞിട്ടില്ല, പക്ഷെ എഗ്ഗ് ചെയ്തു. അത് ചെയ്തിട്ടുണ്ടല്ലേ? എഗ്ഗ് എടുത്ത് കളഞ്ഞു.
ഓക്കെ ഓക്കെ. പൂർണ്ണ വളർച്ചെത്തിയിട്ടില്ല എപ്പോഴും. 10 കളിത്തൊക്കെ ഞാനൊരു ബേഡ് പൂർണ്ണ വളർച്ച ആവുള്ള എഗ്ഗിങ്ങിനുള്ള ഇതാവുള്ളൂ അല്ലേ? അപ്പം അതിന് മുന്നേ എഗ്ഗ് ചെയ്തപ്പോൾ ഞാൻ അടുത്തേക്ക് എടുത്ത് കളഞ്ഞു. ഓക്കെ ഓക്കെ. റിസൾട്ട് ഉണ്ടാവില്ല എഗ്ഗിലേ. ഓ ഓ. മെയിൽ ബേഡ് നല്ല ആക്റ്റീവ് ആണല്ലോ അല്ലേ? ആക്റ്റീവ് ആണല്ലോ. ഓക്കെ. കുപ്പിയുടെ സിസ്റ്റം ഒക്കെ ചെയ്തത് എന്ത്? ഫീമെയിൽ ബേഡ് ചെറിയതായിട്ടൊരു ക്യാപ്പ് ഒരു റൗണ്ട് ഉണ്ട്, വേറെ യാതൊരു കുഴപ്പമില്ല ബേഡിന്. ക്യാപ്പ് ഇത്തിരി വീതിയുള്ള ടൈപ്പ് ക്യാപ്പ് ഒന്നുണ്ടല്ലേ? അത് മാത്രം ജസ്റ്റ് ഒരു പ്രോബ്ലം. പോയിന്റ് അല്ല എന്ന് മാത്രം. പോയിന്റ് ആണ്, പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയൊരു റൗണ്ട് ഉണ്ട്. ഓക്കെ. അത് ഒരു കുഴപ്പമില്ല ബേഡ്. കുഴപ്പമില്ല. പെർഫെക്റ്റ് ബേഡ് ആണ്. ഓക്കെ. വൈറ്റ് ഫെദർ കൊണ്ടും ബ്ലൂ ബാർ കൊണ്ടും എല്ലാം കൊണ്ട് അടിപൊളി. നല്ല കളറാണ് അത്. നല്ല കളറാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ബാർ ഫീമെയിലും റെഡ് ബാർ മെയിലും വന്നേക്കണത്. റെഡ് ബാർ മെയിലല്ല, കൊടുക്കാനുള്ള പേരാണ്. കൊടുക്കാനുള്ള എത്ര പെയർ റേറ്റ് നമുക്ക് വിളിച്ചതിന് അറിയാലോ എന്തായാലും. അത് കൊടുക്കാനുള്ള പേരാണ്. ബീഡിങ് സെറ്റ് ആണ് കേട്ടോ. ഓക്കെ. ഇവിടെ മാറ്റിച്ചേക്കണത്. ഓക്കെ. നല്ലൊരു ക്വാളിറ്റിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ക്വാളിറ്റി പേടാണല്ലോ അല്ലേ? മറ്റേ കളറിന് എന്നിട്ട് പറയാന്ന് ആ ബ്രൗൺ ഏതാണ് ലൈനായിട്ടുള്ള മെയിൽ ബേഡിന്റെ കളർ ഏതാ? ആ മെയിൽ ബേഡ് റെഡ് ബാർ ആണല്ലേ? ഓക്കെ. മറ്റേത് ബ്ലൂ ബാർ അല്ലേ? ഓക്കെ ഓക്കെ. ഓ നല്ല കളറുള്ള ബേഡാണല്ലേ? ഓക്കെ. നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡാണല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ ആൽമണ്ട് ആണല്ലോ അല്ലേ? ക്ലാസിക് ആൽമണ്ട് ആണ്. കളർ നിങ്ങൾക്ക് കയറാണല്ലോ കേട്ടോ ബേഡ്. അതിപ്പോ ഏജ് 8 ആയിട്ടുള്ള ബേഡ്. ഈ മെയിൽ ബേഡ് അല്ലേ? മെയിൽ ബേഡ് ഒരുപാട് കളേഴ്സ് തന്നെ ബോഡിയിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ക്ലാസിക് ആണല്ലോ ഇത്? ക്ലാസിക് ആണ്. ക്ലാസിക്കിനാണ് ഇത്തിരി ലുക്ക് കാണാന്നുണ്ടല്ലേ? ബോർഡ് ബേഡ് മൊത്തം ബേഡിന്റെ ബോഡിയിലെ ഫുൾ യെല്ലോ ഷെയ്ഡ് വരും. ഞാൻ ഫസ്റ്റ് ബേഡ് കാണിച്ചില്ലേ? അതെ അതെ അതെ. ഫീമെയിലിനെ എടുത്ത് ഞാൻ പറഞ്ഞു തരാം. ഫീമെയിലിന്റെ ഗുണം മെയിലിന്റെ കളർ കണ്ട. ഓക്കെ ഓക്കെ. ഒന്നുകൂടെ അടുപ്പിക്കാൻ പറ്റും അടുത്തേക്ക്? ഓക്കെ ഓക്കെ. പെർഫെക്റ്റ് അല്ലേ? ശരിക്കും നേരിട്ട് നമ്മളൊന്നും കൂടി അതെ നേരിട്ട് കാണണം ശരിക്കും. നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി വൈറ്റ് കയറി നിൽക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. സ്പോട്ട് പോയിട്ടുണ്ട്. റെഡ് ഉണ്ട്, ബ്രൗൺ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഫീമെയിൽ നടക്കും. മാർക്ക് ഔട്ട് ഉണ്ടല്ലേ? ഇതിന്റെ ഗുണം പറയുന്നത് ആൽമണ്ട് ഇറങ്ങിയ ഒരു ഫീമെയിൽ ബേഡാണ്. രണ്ട് വൈറ്റ് ഫെദറാണ്. ഓക്കെ. അതൊരു ഗുണം. അത് മാത്രമല്ല ബേഡിന്റെ ബോഡി ഒരു പ്രത്യേക തോന്നുന്നു. അതെ 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 അതെ. കണ്ട ശരി ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഒരു ഡോട്ട്സും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബേഡാണല്ലേ? കാണുമ്പോ ബേഡ് കണ്ട ഒരു മാർക്കിംഗ് ഇല്ല. അതായത് ചെറിയൊരു ഔട്ട് മാത്രം. ഔട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതത്ര ഒരു പോരായ്മയല്ല. പിന്നെ ഇത് ഒരു കണ്ണ് പോയിട്ടുള്ള ബേഡാ. ചെറുപ്പത്തിൽ കുട്ടിങ്ങിയ സമയത്ത്. എന്നാലും ബ്രീഡിങ് നടക്കണ്ട്. ബ്രീഡിങ് തുടങ്ങിയിട്ടില്ല അല്ലേ? വൈറ്റ് ഫെദർ ആണല്ലോ ആള്? ഓക്കെ. ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോശം കൊടുത്ത് അതന്നെ ഗുണം ചെയ്യും ഉറപ്പാണ്. അതല്ലേ? ഓക്കെ ഓക്കെ. നല്ല ബേഡാണ് അത്. പിന്നെ ഞാൻ ഏതാണ് സാൻഡലും കളറുള്ളല്ലേ? അടുത്ത് ഞാൻ ഏതാണ്? അടുത്ത നമുക്ക് വന്നേക്കുന്നത് മെയിൽ ബേഡ് സാൻഡലും ഫീമെയിൽ ബേഡ് ഒരു ബ്ലൂ ബാറാണ്. ബ്ലൂ ബാറല്ലേ? നല്ലൊരു ക്വാളിറ്റിയാണ് ബ്ലൂ ബാർ ഫീമെയിൽ. ഓക്കെ. നല്ല ക്വാളിറ്റിയുള്ള ബേഡാണല്ലോ അല്ലേ? ഇതിപ്പോ എഗ് ചെയ്ത് ചിക്സ് ആയിരിക്കാന്നുണ്ടല്ലേ? ചിക്സ് ആയിരിക്കാണത്. ഓക്കെ. എന്റെ മെയിൽ ബേഡിന്റെ മാർക്കിംഗ് ഉണ്ട്. അങ്ങനത്തെ മാർക്കിംഗ് സെറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം കൂടി. നല്ല മാർക്കിംഗ് ആണല്ലോ? വളരെ ചെറിയ ഷോർട്ട് ബേഡാണ്. അതിന്റെ ടൈൽ ഇപ്പൊ നിൽക്കണത് അടിരുന്ന കാരണമാണ്. സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുമല്ലേ? ഓക്കെ ഓക്കെ. റെഡി. ചെറിയൊരു ഷോർട്ട് ബേഡ്. ഓക്കെ. ഇനി അടുത്ത വന്നിരിക്കുന്നത് ഒരു ആൽമണ്ട് ആണ്. ആൽമണ്ട് ടൈപ്പ് അല്ലേ?
ആൽമണ്ടിന് പെയർ റെഡ് ഇടുന്നോണ്ട് കുഴപ്പമില്ലല്ലേ? ഇല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ബേർഡ് യൂസ് ചെയ്യാം. കളറ് നമുക്ക് ഇത് കിട്ടുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആൽമണ്ടിന് പ്രത്യേകിച്ച് മാർക്കിംഗ് ഉണ്ടോ? മാർക്കിംഗ് ബേർഡ് ഉണ്ടല്ലേ? മുഖിന്ന് പറയുമ്പോൾ ഒരു മാർക്കിംഗ് ബേർഡാണത്. അതായത് ആ വൈറ്റ് കളർ വരണം എന്നുള്ളതല്ലേ? പിന്നെയൊക്കെ വേറൊരു കേസ്, നമ്മുടെ ഈ എന്നിട്ടാണ് പറയാ സിംഗിൾ കളേഴ്സിന് എങ്ങനെ കളർ ഒറ്റ കളർ വൈറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല. ഡിമാൻഡ് ഉണ്ടോ അതിന്? പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് സെൽഫ് കളർ അങ്ങനെ എന്താ കണ്ടല്ലോ പറയാ. ഓക്കെ ചിലപ്പോ ഇനി ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രല്ല പറയുമ്പോ ശരിക്കും ഒരു മാർക്കിംഗ് ഉള്ള ബേർഡാണ് മുഖിന്ന് പറയുമ്പോൾ. മുഖില അതന്നെ. ഇത് നമ്മൾ കണ്ട ആൽമണ്ടിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇത്തിരി ഡോട്ട്സ് കൂടി ഉണ്ടല്ലോ അവർക്ക്. ഇത് ഏജ് ആവുന്നുള്ളോട്ടെ. ഓക്കെ 8ാമത്തെ കള്ളി വന്നിട്ടുള്ളൂ. ഓക്കെ. നെക്കിലൊക്കെ നല്ല യെല്ലോ ഷെയ്ഡ് കണ്ട പോയേക്കണത്. വലുപ്പത്തേക്ക് ഭംഗി കൂടി വരും. ഓക്കെ. ആൽമണ്ടെന്ന് പറയുമ്പോ ഏജ് കൂടുന്നതോടെ ഭംഗി കൂടി വരാം. നമ്മളൊരു ബേർഡ് സൈഡുമ്പോൾ ചിറ്റ് കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇതെന്താണ് പറ്റസ് ഇല്ലാത്തത്. ഓക്കെ പറയുമ്പോ കളറ് കൂടി വരികയുള്ളൂ. ഓക്കെ ഏജ് കൂടുന്നതോടാണ് അതിന്റെ ഭംഗി കൂടി വരാം. ഓക്കെ. നല്ലൊരു ബേർഡ് തന്നെ. നല്ല ബേർഡാ. അത് ഫീമെയിൽ ആണല്ലോ? അത് മാർക്കിംഗ് ഒരു ബേർഡ് തന്നെയാണ്. കണ്ട ഫീമെയിൽ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് കാണിച്ച ഈ ആൽമണ്ടും മാർക്കിംഗ് ബേർഡ് തന്നെയാണ്. അതായത് നമ്മുടെ ക്ലാസിക് ആൽമണ്ട് എന്ന് പറഞ്ഞതല്ലേ? അതൊക്കെ മാർക്കിംഗ് ബേസ് ആൽമണ്ട് തന്നെയാണ്. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തേക്കണതാണ്. ഓക്കെ. മെയിൽ ബേർഡ് ബോൾട്ടിംഗ് ആണെന്നുണ്ടല്ലേ? നമ്മുടെ ഇവിടുത്തെ മാസ്റ്റർ എല്ലാ സാൻഡലിന്റെയും മദർ പേരന്റ് ആണല്ലേ? 4 വർഷം അതിന്റെ ഇപ്പൊ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വളരെ ഷോർട്ട് ബേർഡ് എന്നാണ് ഇതിന്റെ കുട്ടികളാണ് ഇവിടുത്തെ എല്ലാ സാൻഡിലും. നമ്മള് ഭൂരിഭാഗം ഇവിടെ നിർത്തുന്നുണ്ടല്ലോ? അതന്നെ കളക്ഷന്റെ ഭാഗമായിട്ടല്ലേ? വേണ്ടപ്പെട്ട അത്രയും നിർബന്ധപ്പെടുക്കുക മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതല്ലേ? മെയിലും അടിപൊളി ഞാണല്ലോ? മെയിൽ ബേർഡ് നല്ലൊരു ക്വാളിറ്റി. ഞാൻ നേരത്തെ കാണിച്ചത് നല്ല റെഡ് ഷെയ്ഡ് നമ്മൾ നേരത്തെ കാട്ടിയത്. ഇവിടെ ഇറങ്ങിയതാണത്. ഓക്കെ. സാൻഡില് നമ്മളെല്ലാത്തിന്റെ മദർ ബേർഡ്. ആള് ഇപ്പൊ 3 വർഷത്തോളം ആയിട്ടല്ലേ? 3 മേലായിട്ടുണ്ട്. നല്ല ബേർഡ് യൂസ് ചെയ്യുന്ന ബേർഡുന്നത്. കളർ കിട്ടാൻ വേണ്ടി മെയിൽ പാരന്റുകൾക്ക് യൂസ് ചെയ്യുന്നല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് കിട്ടൂല. അടുത്ത നമ്മള് ഫേവറേറ്റ് ബേർഡ് മില്ലി ബാർ എന്ന് പറയും. ഓക്കെ. അതിന്റെ ഒരു ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതെ ക്വാളിറ്റി കണ്ട. ഈ മുട്ടിമത് കയറിയല്ലേ? പേയ്മെന്റ് ക്വാളിറ്റി പക്ക. ചിക്കൻ ഇറങ്ങി ഇരിക്കുന്നുണ്ട്. ഓക്കെ. കിട്ടാൻ കുറച്ച് പാടാ നിങ്ങളെ. എന്നാലും 2 ചിക്കൻ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലേ? കഴിഞ്ഞ തവണ നമുക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു വിരിഞ്ഞു, പക്ഷെ അത് കിട്ടിയില്ല. നല്ല മാർക്കിംഗ് ആയുള്ള കുട്ടികളാണല്ലേ? കുട്ടികളും സൂപ്പറാണ്. കുട്ടീനെ ഒന്ന് എടുക്കാൻ പറ്റും പുറത്തേക്ക്? ബാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ബാർ ഇപ്പൊ ക്ലിയർ ആയി വന്നു തുടങ്ങിയിട്ടില്ല അല്ലേ? ചെറുതായിട്ട് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. ബാർ ശരിക്ക് പൂർണ്ണ വച്ച് നമ്മളെ ബാർ ടൈപ്പ് തെളിഞ്ഞ് വരമുള്ള കണ്ട. ഓക്കെ. പിന്നെ ബാർ കൂടിയിട്ടുണ്ട്. വേറെ ചിക്കൻ അല്ലേ? പിന്നെയും ഒരു ബാർ നല്ലൊരു ഫിനിഷിങ് കളറാണല്ലോ ശരിക്കും. ഓക്കെ. കുറച്ചൊരു ആൾക്കാർ കുറവാണ് മില്ലി ബാർ എന്ന് പറഞ്ഞ മില്ലി ബാർ അല്ലേ? ഓക്കെ. ഇത് മറ്റേ ഹോമേഴ്സിലേക്കാണ്. അങ്ങനെ ഹോമേഴ്സിലുണ്ട് കളറ്? ബാർ ടൈപ്പ് എല്ലാ ബേഴ്സിലും ബാർ ടൈപ്പ് ഉണ്ടല്ലേ? ഓക്കെ. റയർ കളറാണ്. ഓക്കെ. ആൾക്കാർ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് മില്ലി ബാർ. എനിക്ക് ഇഷ്ടം അതിന്റെ ക്വാളിറ്റി ബേസ് ആണ്. നല്ലൊരു ക്വാളിറ്റിയാണത്. ഫീമെയിലാണെന്ന് ഇത്തിരി ക്വാളിറ്റി കൂടുതൽ. പിന്നെ ആ മെയിലില് കളർ കണ്ട, ഇതില് നല്ല കളർ വന്നേക്കുന്നത് മെയിൽ ബേർഡാ. റെഡിഷ് കൂടുതലാണ്. റെഡിഷ് അല്ല, മറ്റേ യെല്ലോയിഷ് ആണ്. ഓക്കെ. പിന്നെ അത് പിന്നെ ഫീമെയിൽ വന്നേക്കുന്നത് ക്വാളിറ്റി. അപ്പൊ ആ മെയിലിന്റെ കളറും ഈ ഫീമെയിലിന്റെ ക്വാളിറ്റിയും കൂടി നല്ല ചിക്സ് ഇറങ്ങി വരുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു പേര് തന്നെയാണ് ആൽമണ്ട്. ആൽമണ്ട്. ഇത് ക്യൂ ആൽമണ്ട് ആണ്. ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ അതിന്റെ ബോഡി വൈറ്റ് ആയിട്ട് തോന്നുള്ളൂ. ഓക്കെ. ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും അതിന്റെ ബോഡി ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സിമെന്റ് കളന്നൊക്കെ വരും. അതാണ് കളർ. നല്ലൊരു മാർക്കിംഗ് ആൽമണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ. അടിപൊളിയാണ്. 6 ആയിട്ടുണ്ട് കൊടുക്കാനായിട്ട്. 6 ഹാൻഡിൽ ചെക്കറാണല്ലോ അല്ലേ? ഓക്കെ. ഷെയ്ഡ് നമുക്ക് ഇതികൂടെ ചെറുതായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ലൈൻസ് പോലെ അല്ലേ? അത് മോൾട്ടിങ് കൂടുന്നവർ റെഡ് ഒന്നും കയറി വരും അല്ലേ? കുഴപ്പമില്ലാത്തൊരു മാർക്കിംഗ് ബേർഡാണ് ഇപ്പോൾ
ഫുൾ കണ്ട. ഓക്കെ ഓക്കെ വരാനുണ്ട്. ഓക്കെ. ഇതിപ്പോ എത്ര മാസത്തെ കുട്ടിയത്? മാസമല്ല, എത്ര ആഴ്ച? ഇല്ല, ഇതിപ്പോ ഒരു മാസം അടുത്ത് ആവുന്നുള്ളൂ. ഓക്കെ. ഈ മെയിൽബേർഡ് ഇപ്പോഴും ഒരു ഏജ് ആയിട്ടില്ല കേട്ടാ. 10ാമത്തെ കല്ല് വരുന്നുള്ളൂ. ഇപ്പോഴെ തന്നെ ആൾ ബ്രീഡിങ് കഴിഞ്ഞു. പെർഫെക്റ്റ് ആയിട്ടല്ലേ ആള്? കണ്ട. ഓക്കെ ഓക്കെ. ഇനി ഏജ് കൂടുന്തോറും അതിനൊന്നും കൂടി ഭംഗി കൂടി 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 വരില്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഡോട്ട്സിനെ മാർക്കിംഗ് അല്ലേ? ഓക്കെ. നമ്മുടെ മുഗികളുടെ മറ്റേ റെഡിന്റെ അതിന്റെ പോലെ തന്നെ ഒരു ലൈൻ ഉണ്ടല്ലോ ശരിക്കും. ആൾക്കാര് നോക്കുമ്പോ ആൾമണ്ട് മാർക്കിംഗ് നോക്കിയിരുന്നില്ല. ഓക്കെ ഓക്കെ. നോക്കിയിരുന്നത് അല്ലേ? ഞാൻ അടിയിൽ സെക്ഷൻ ഉണ്ടല്ലോ അല്ലേ? ആറ്റം തുടങ്ങി. ഇത് വന്നിരിക്കുന്നത് മിൽക്കി ചക്കർ. മിൽക്കി എല്ലാരും പറയും സിൽവർ ചക്കർ എന്നാ പറയാറ്. സിൽവർ ചക്കർ എന്ന് പറയും. സിൽവർ ചക്കർ ബോർഡ് കാണുന്നത്. ഓക്കെ ഓക്കെ. ഇത് മിൽക്കി ചക്കറാണ്. ഇത് നമ്മളെ കൊടുത്ത ഓൺ ബീഡ് തന്നെയാണ്. ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഇന്നലെ കിട്ടുള്ള ബേഡിനെ കേട്ടാ. ഞാൻ സെയിൽ ചെയ്തിട്ട് ഇന്നലെ ഞാൻ റിട്ടേൺ വാങ്ങിച്ച ബേഡിനെ. ഓക്കെ. നല്ലൊരു ക്വാളിറ്റി ബേഡ് തന്നെയാണ് അത്. നല്ല സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാനത് കൊടുത്തിട്ട് പോയ ബേഡായിരുന്നു. മെയിലും ഫീമെയിലും. ഫീമെയില് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ? നല്ല ക്വാളിറ്റി ബേഡാണ്. ചെറിയ ഷോർട്ട് ബേർഡ്. ഷോർട്ട് ബേർഡാണ്. ബേഡിങ് സെറ്റ് ആണത്. എത്ര ഷെഗ് ചെയ്തിട്ടുണ്ട്? ഇതിപ്പോ ഞാൻ കൊടുത്ത് അവരുടെ കയ്യിൽ 3 വട്ടം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കൊടുക്കുമ്പോൾ അത് ഫീമെയിൽ ബേർഡ് മെയിൽ ബേർഡും വെവ്വേറെ കൊടുത്ത സെപ്പറേറ്റ് കൊടുത്താണല്ലോ. അത് ഫീമെയില് വാങ്ങിച്ചു, പിന്നെ മെയിലിന് വാങ്ങിച്ചു. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എല്ലാ ബേഡുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷിഹാസുകാരെ അടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇതിലൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സമയത്ത് പല റേറ്റ് ആയിരിക്കില്ല. എന്നാലും റെഡിനൊക്കെ ഏകദേശം മാർക്കറ്റ് റേറ്റ് ഒക്കെ എത്ര വരുന്നുണ്ട്? നമ്മൾ ചിക്ക് കൊടുക്കുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ ചിക്സ് കൊടുക്കുന്നത് റേറ്റ് 500 അല്ലെങ്കിൽ 6 രൂപ. വൈറ്റ് ഫെദർ 6 രൂപ അല്ലെങ്കിൽ 5 രൂപ. മറ്റേ വൈറ്റ് ഫെദർ ഇല്ലാത്താണെങ്കിലോ 5 രൂപയ്ക്ക് കൊടുക്കണം. മറ്റേ ആൽമണ്ടിക്ക് കിടക്കുമ്പോൾ ആൽമണ്ട് നമ്മൾ ചിക്കൻ നമ്മൾ കൊടുക്കുന്നത് 10 കൊടുക്കുന്നുണ്ട്, 12 ഉണ്ട്, 8 ഉണ്ട്. ഉണ്ടല്ലോ. 3 ക്വാളിറ്റി ആയിരിക്കും. അത് ഇറങ്ങുന്ന സമയത്ത് വേണ്ട ക്വാളിറ്റി പാക്കിംഗ് റേറ്റ് പറയണത്. ഓക്കെ. ഇതെങ്ങനെയാണ് ഇവരുടെ ക്വാളിറ്റി വരുന്നത്? ഇത് വന്നിരിക്കുന്നത് ഫീമെയിൽ ബേർഡ് ഒരു ചോക്ലേറ്റ് ആണ്. നല്ലൊരു ക്വാളിറ്റി ബേർഡ് തന്നെയാണ്. ഓക്കെ ഓക്കെ. നല്ല വുഡ് അല്ല, അത് ഉമ്മണ്ടാക്കി കണക്കാണ് സിമെന്റ് കൊണ്ട്. പക്ഷേ സ്റ്റാൻഡിങ് ക്വാളിറ്റി അടിപൊളിയാണ്. അങ്ങനത്തെ വുഡ് നമ്മൾ ചെയ്ത് കൊടുക്കണം. റെഡ് ഇവിടെ ഭയങ്കര റെഡ് തന്നെയാണ് കേട്ടോ. റെഡ് അല്ല? അതാണ് ആ മൂലയ്ക്ക് വിളിച്ചിരിക്കണത്. അത് മോൾട്ടിങ് ആണ് കേട്ടോ. ഒരു 10ാമത്തെ കള്ളിക്ക് കടക്കുന്നുള്ളത്. വൈറ്റ് ഫെദർ ബേർഡ്. 1 വൈറ്റ് ഫെദർ ബേർഡ്. ഒറ്റ ഫെദർ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും ഓരോ വൈറ്റ് ഓരോന്ന് വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അടുത്തേതാണ്? അടുത്ത് വന്നിരിക്കുന്നത് ഫീമെയിൽ ബേർഡ് റെഡ് ചെക്കർ. ഫീമെയിൽ ഏതാണ്? ഫീമെയിൽ ബേർഡ് ഈ ഒരു പൊട്ട് കയറിക്കണ്ടാവും. മോൾട്ടിങ് ആണ്. മോൾട്ടിങ് സ്റ്റേജിലാണ്. നമ്മുടെ കയ്യിൽ ഒരുവിധം കളേഴ്സ് ചക്കർ ഉണ്ട്. മിൽക്കി ചക്കർ, റെഡ് ചക്കർ, ചക്കർ, സിൽവർ ചക്കർ, എല്ലാ ചക്കറിലുള്ള ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ നമ്മുടെ. ഇത് ആഷ് റെഡിൽ ചക്കർ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ. മെയിൽ ബേർഡ് നിൽക്കുന്നത് താഴത്ത് നിൽക്കുന്നത്. ഇത് ആഷില് ചക്കർ, റെഡ് ചക്കർ വന്നതല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് ചക്കറിന് ഒരുപാട് ഡിമാൻഡ് കയറി വരുന്ന ഒരു ടൈമാണ്. ഒരുപാട് ഡിമാൻഡ് കയറി. ഇവരൊക്കെ ഏജ് സൈസ് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഇത് വലിയ കേജായിരുന്നു. ഞാൻ അത് ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ട ബേർഡ് തന്നെയാണ് അത്. ഇഷ്ടപ്പെടാത്തായിട്ട് ഏതെങ്കിലും ഉണ്ടോ? എല്ലാം ഫേവറേറ്റിനാണല്ലോ. ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ക്വാളിറ്റി ഇത് ഫീമെയിൽ പക്കയാണല്ലോ അല്ലേ? അതിന്റെ ഈ നിൽക്കണ ബേർഡല്ലേ? ഫീമെയിൽ അല്ല ഇത് മെയിൽ ബേർഡ് ആണത്. ഇത് മെയിൽ ബേർഡ്. ഇത് ഒന്നും കൺഫേം ഒക്കെ അറിയാൻ പറ്റില്ല. ഇവിടെ ഇറങ്ങി ചിക്കാണ്. ഏജ് ആയിട്ടില്ല. ഇത് ആഷ് റെഡ് ആണ്. ഓക്കെ. ഇത് നമ്മളെ നേരത്തെ കാണിച്ച റെഡില്ലേ? അപ്പൊ ചിക്കാണ്. ക്യാപ്പ് ഉണ്ട് ആൾക്ക്. പക്ഷെ എന്തോ ഒരു ഏജ് പതിഞ്ഞിരിക്കുന്നു മാത്രല്ല ആൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആണ്. നമുക്ക് ലൈനിൽ ക്യാപ്പ് നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ. ഇതിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ക്യാപ്പ് ഉണ്ടാവില്ല. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ക്യാപ്പ് ഉണ്ടാവും. നല്ലൊരു ക്വാളിറ്റി പോലെ തന്നെയാണ്. ചിക്കാണ്. ഓക്കെ. ഏജ് ആയിട്ടില്ല. ഏജ് 1-2 കളി ആയിട്ടുള്ള തീർച്ചയായും. ഓക്കെ. അടുത്ത ഏതാണ്? അടുത്ത നമ്മളൊരു
കുറെ നാളത്തിൽ ആഗ്രഹമാണ് ഇത്ര ക്വാളിറ്റിക്ക് ഒരു ബ്ലാക്ക് ഇറക്കി എടുക്കാന്നുള്ളത്. മായിട്ടുണ്ട്. ബ്ലാക്ക് നമ്മളിപ്പോ പരിചയപ്പെട്ട ആദ്യമായിട്ടാന്ന് തോന്നണ്ടല്ലേ? ബ്ലാക്ക് കുറവാണ്, പക്ഷെ നമുക്കൊരു ക്വാളിറ്റി ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക്. ഇതല്ല ആ ഓടുന്ന ഒരു ബ്ലാക്ക് ഉണ്ട്, അതിന്റെ ഞാൻ സ്റ്റാൻഡിങ് ഒന്ന് കാണിച്ചു തരാം. ചാടി പോവാ. വൈറ്റ് ഫെദറാണ്, ക്വാളിറ്റി ഉണ്ട്. ബ്ലാക്കാണത്. ഇത് ബ്രീഡിങ് ഇത് കൺഫേം ആയ പെയറാണ്. ഇതില് 2 സെപ്പറേറ്റ് ആണിത്. അത് 7 കള്ളി ഫീമെയില് ബാക്കിൽ നിൽക്കണത്. ഇത് 2, 3, 4, 5 കള്ളിയായിട്ടുള്ളത്. പെയറായി പക്ഷേ അല്ലല്ല, ഞാൻ ജസ്റ്റ് ഇട്ടേക്കണതാണല്ലേ. പെയർ പിടിക്കുന്ന ടൈം ആയിട്ടില്ല. പെയർ ഇത് കൺഫേം ഫീമെയിൽ പെയറൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഇത് വന്നിരിക്കുന്നത് റെഡ് മെയില്. അവന്റെ നെറ്റിയും ബ്ലൂ കളർ അത് റെഡ് ഇവിടെ കുറെ ഉള്ള കാരണേ കുളിപ്പിക്കാടുമ്പോൾ അങ്ങനെ കുത്തിട്ടേക്കണത്. ഇത് ഫീമെയിൽ ഇവിടെ നിൽക്കണത് സിൽവർ. നല്ലൊരു ക്വാളിറ്റി, നല്ല വേട. ഇവര് എഗ്ഗിനായിട്ടുണ്ട് എത്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് ചിക്സിനെ മേടിക്കട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാലോ, പക്ക മാർക്കിങ്ങും പക്ക സ്റ്റാൻഡിങ്ങും ഉള്ള ബേഡുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിക്കനെ വാങ്ങാം. നമ്മുടെ ഷിഹാബിക്കയുടെ നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കാന്ന് വെച്ചാൽ വിളിച്ച് ചോദിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ബേഡുകൾ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചിക്സ് അല്ലേ? ഇപ്പോൾ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിൽ. ഇത് റെഡ് ബാർ മെയിൽ, നല്ലൊരു ക്വാളിറ്റി റെഡ് ബാറാണ്. റെഡ് ബാർ അതിനൊരു കണ്ണൊരെണ്ണം പോയേക്കാണ്, ഇൻഫെക്ഷൻ വന്നിട്ടേ. ബേർഡ് ബ്രീഡിങ്ങിനൊന്നും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് മെയിൽ. ചെറുതായിട്ടൊരു പൊട്ടുണ്ട് കണ്ട പീക്കിന്റെ സൈഡിൽ. ഒരു ഇത്തിരി അടിക്ക് ഇറങ്ങിയിട്ടല്ലേ വെള്ളം? നല്ല ക്വാളിറ്റി കിട്ടും. ഇതിന്റെ ഇറങ്ങിയിട്ടുണ്ട് ചിക്സ്? ഇല്ല ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഇട്ടിട്ടുള്ളൂ അല്ലേ? ഫീമെയിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഷെയ്ഡ് ആണല്ലോ അല്ലേ? ഓക്കെ ക്യാമറയിൽ ചെറിയൊരു വൈറ്റ് കയറി നിൽക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടാലാണ് ഒരു സാൻഡൽ ഷെയ്ഡ് ഉണ്ട് ചെറുതായിട്ടല്ലേ? ബാർ, ലൈറ്റ് ബാർ. നെക്കൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബേഡാ. കുറച്ച് ആൾക്കാരൊക്കെ കുറവാണ് ഈ സാധനം. മിൽക്കി വെയിറ്റ് അല്ലേ? ഒരു ബേഡായിരുന്നു. ഇതെങ്ങനെ കോമ്പിനേഷൻ? അത്യാവശ്യം നല്ല കോമ്പിനേഷൻ ആണല്ലോ. ഇതിന് രണ്ടും ഫീമെയിൽ ബേഡാണ്, മെയിൽ ബേഡിലാണ് ഇട്ടേക്കാന്നാണ് ഇങ്ങനെ. ഓക്കെ ഇവിടെ ഞാൻ 2 ഫീമെയിൽ ആണല്ലേ? കഴിയുമ്പോ എല്ലാത്തരം പൊട്ടിക്കും ജസ്റ്റ് ഒന്ന് ചിക്ക് നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ പൊട്ടിച്ചപ്പോ 2 ബേഡ് ബാക്കി വന്നേക്കണതാണ്. 2 ഫീമെയിൽ ബേഡാണ്. ആ ബ്ലാക്ക് ചെറിയൊരു പൊട്ട് ചെടി കയറിയിട്ടുണ്ടല്ലേ? സെയിലുള്ളതല്ലോ? അല്ല സെയിലുള്ളതല്ല. നമുക്കിന്നെ ചിക്സിനെ കണ്ടാലോ? അപ്പം ഇതാണ് നമ്മുടെ ചിക്സ് കിടക്കണ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ചിക്സ് തന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ സെയിലുള്ള ബേഡാണുള്ളത്. ഇതില് ഈ ബേഡ് കൊടുത്തിട്ടുള്ള ബേഡാ. ഏതാണ്? ചെക്കറില്ലേ? ചെക്കർ ടൈപ്പ് അല്ലേ? കൊടുത്തിട്ട് കിടന്നതാണ്. ബാക്കി 3 ആൽമണ്ടും 2 റെഡും കൊടുക്കാനുള്ളതാണ്. ഓക്കെ എന്നിട്ട് ഒരു സാറ്റ് ഉണ്ടല്ലോ അല്ലേ? സാറ്റിനെല്ലാം പുതിയ വാങ്ങിച്ചാണ്. ഓക്കെ ചെക്കർ സെയിൽ ചെയ്തപ്പോ ചെക്കർ പക്ഷെ നല്ല ബെസ്റ്റ് ബേഡാണല്ലോ അല്ലേ? ചെക്കർ കൊടുത്ത ബേഡാണ്. അത് ഈ ആൽമണ്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് ഈ ചെക്കറുകൾക്ക് ഡിമാൻഡ് കൂടി അല്ലേ? ഒരു ഷെയ്ഡ് കാണണ്ട, ഒരു ലൈറ്റ് റെഡിഷ് പോലെ ബ്രൗൺ കളർ കേറി ഇങ്ങനെ വരും. കേറില്ല ആൾക്കാർക്ക് ഡിമാൻഡ് ഇങ്ങനത്തെ കിട്ടാൻ വേണ്ടിട്ടാ. ഇവിടെ ഇത് കൈറ്റ് ടൈപ്പ് ആണ് അതല്ല? കൈറ്റ് എന്ന് പറയാ, പക്ഷെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. അടിയിൽ മാത്രം ഒരു ഷെയ്ഡ് വന്നേക്കണതാണ്. ഓക്കെ പിന്നെ ആൽമണ്ട് ബേസ് കണ്ട ഉണ്ട്. ആൽമണ്ട് ടൈപ്പ് കളറാണ് അത്? ഇത് ആൽമണ്ട് ചിക്കാണ് അതല്ലേ? ഇതൊക്കെ പ്ലക്കിൻസ് കയറി വരാൻ തുടങ്ങണുള്ളൂ. പ്ലക്കിൻസ് വരും ഇങ്ങനെ അയച്ചാകുമ്പോഴാണ് പ്ലക്കിൻസ് വരുള്ളൂ. ഓക്കെ ഒരു ആൽമണ്ട് പീസാണ്. ഇതൊക്കെ എത്ര മാസം? 2.5 മാസമൊക്കെ ഉണ്ടാവില്ല? 2.5 മാസം. ഓക്കെ